2 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴത്തേക്കിനും പോത്തിൻ്റെ കരൾ കൂട്ടി ചോറിനാനായിട്ട് ഒരാഗ്രഹം. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ദേ സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് പോത്തിൻ്റെ കരളാകുമ്പോഴത്തേക്കിനും മറുവശത്ത് ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. ഉദ്ദേശം ഒരു 2008 ആണ് വർഷം എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായം. അപ്പോൾ കണക്ക് കൂട്ടാൻ പണ്ടേ ഞാനൊരു കണക്കായതുകൊണ്ട് ഒരു കണക്കിൻ്റെ കഥയും കൂടാണിത്. അപ്പോൾ പതിവ് പോലെ തന്നെ മാത്സ് ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നു. കണക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 100 എന്ന ബോർഡിൽ എഴുതിയിട്ട് പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ വിളിച്ച് നിർത്തിയിട്ട് ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കണം. അപ്പോൾ സംശയം ഏതും കൂടാതെ ഞാൻ വായിച്ചു 100. അപ്പോഴത്തേക്കിനും ടീച്ചർ പറഞ്ഞു അത് പൊട്ട തെറ്റാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊരു ഉത്തരം പറഞ്ഞ എൻ്റെ ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അഭിമാനം കുറച്ച് നേരത്തിന് നീണ്ടു നിന്നുള്ളൂ. അതിനിപ്പുറം തന്നെ ടീച്ചറെ തല്ലിക്കെടുത്തി. അപ്പോൾ എനിക്ക് എന്താണ് ഇതിൻ്റെ തെറ്റെന്നുള്ള കാര്യം മനസ്സിലായില്ല. പിറ്റേ ദിവസം പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. പേരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് എല്ലാ പേരൻസിനെ മുന്നിൽ വെച്ച് ടീച്ചറിൻ്റെ നാണം കെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് 100 എന്നാണ് വായിക്കേണ്ടതെന്ന്. പക്ഷേ എനിക്കിപ്പോഴും വർഷം ഇത്രയും കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ 100ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കറി ഒന്ന് അടുക്കി പിടിക്കും. ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കിനും അവസാനത്തെ ഈ പരുവാവും. പിന്നെ ചോറിനിട്ട് വരാം.